കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്ത് തെറ്റായ പ്രചരണമെന്ന് നിർമ്മലാ സീതാരാമൻ. വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്നാണ് പ്രചരണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ സമയത്ത് പണം നൽകുന്നുണ്ട്. 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചവർക്ക് കൃത്യമായ ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രവിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുന്നുവെന്നും AG വഴി കൃത്യമായ കണക്കുകൾ എത്തിയെങ്കിൽ മാത്രമേ GST നഷ്ടപരിഹാരം സംസ്ഥാനത്തിന് നൽകാൻ കഴിയൂ എന്നും നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിന് കേന്ദ്ര ധനമന്ത്രി തന്നെ ഇപ്പോൾ സംസ്ഥാനത്തെത്തി നേരിട്ട് മറുപടി പറയുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്? സംസ്ഥാന സർക്കാർ രൂക്ഷ വിമർശനമാണ് നിർമ്മലാ സീതാരാമൻ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പരിസ്ഥിതിക്ക് പ്രധാന കാരണമായി സംസ്ഥാന സർക്കാർ നിരന്തരം പറയുന്നത് കേന്ദ്ര അവഗണനയാണ്. കേന്ദ്രം വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതാണ്, കേന്ദ്ര പദ്ധതികളുടെ വിഹിതം നൽകാത്തതാണ് തുടങ്ങിയ പരാതികളാണ് സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാനത്തെ ഇടതു നേതൃത്വത്തിന്റെയും. പക്ഷെ അതിനെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്തുള്ളത് തെറ്റായ പ്രചരണമാണ്. വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്നുള്ള പ്രചരണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായ സമയത്ത് പണം നൽകുന്നുണ്ട്. കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2 തവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ല. അതാണ് കേന്ദ്ര വിഹിതം വൈകാൻ കാരണമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയുന്നു. കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുന്നുവെന്ന ആരോപണവും നിർമ്മലാ സീതാരാമൻ ഉന്നയിക്കുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചവർക്ക് കൃത്യമായ ഗ്രാന്റ് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നിർദ്ദേശങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അക്കൗണ്ടന്റ് ജനറൽ വഴി കൃത്യമായ കണക്കുകളെത്തിയെങ്കിൽ മാത്രമേ GST നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ. നേരത്തെയും GST നഷ്ടപരിഹാരം നൽകാത്തതിൽ AGയുടെ വിമർശനം സംസ്ഥാനത്തിന്, കണക്കുകൾ സമർപ്പിക്കാത്ത AGയുടെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ മന്ത്രി ആവർത്തിക്കുകയാണ്. AG വഴി കൃത്യമായ കണക്കുകൾ നൽകിയാൽ മാത്രമേ GST നഷ്ടപരിഹാരം സംസ്ഥാനത്ത് നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ നിലപാട്. അങ്ങനെ കിട്ടാതെ വന്നാൽ എങ്ങനെ പണം നൽകുമെന്നും അവർ ചോദിക്കുന്നു. അതായത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്ക് ആധാരമായി കാരണമായി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയാണ് കേന്ദ്ര ധനമന്ത്രി. രാഷ്ട്രീയമായും വലിയ പ്രചരണമാണ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിനെ എതിരെ നടക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കേന്ദ്രത്തെ മാത്രം പഴിചാരി എത്ര നാൾ മുന്നോട്ട് പോകുമെന്നാണ് BJPയുടെ നേതാക്കൾ സംസ്ഥാനത്തിൽ ചോദിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി തന്നെ അത്തരമൊരു വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ധനമന്ത്രിയുടെയൊക്കെ പ്രതികരണം ഇനി എന്തെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നേരത്തെ V മുരളീധരൻ അടക്കം കേന്ദ്രമന്ത്രി ഈ വിഷയത്തിൽ ധനമന്ത്രിക്ക് മറുപടി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് കേന്ദ്ര ധനമന്ത്രി വന്ന് ഇവിടെ ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവം കൂടുന്നു. ഇതിന് സർക്കാർ സ്വാഭാവികമായും മറുപടി പറയേണ്ടി വരും. അതും വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കാം. തീർച്ചയായും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള പര്യടനത്തിലാണ്. രാഷ്ട്രീയ വിമർശനമാണ്. കേന്ദ്രമന്ത്രി തന്നെ, ധനമന്ത്രി തന്നെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കഴിഞ്ഞ കുറെ നാളുകളായി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലൈഫ് പദ്ധതിക്കുള്ള സഹായം, ലൈഫ് പദ്ധതിക്ക് വളരെ ചുരുങ്ങിയ തുക നൽകിയിട്ട് പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കണമെന്ന നിർദ്ദേശം ഔദ്യോഗികവശാൽ അംഗീകരിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെയൊക്കെ മറുപടി. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി, പണം വാങ്ങിയ ശേഷം പേരുമാറ്റി ഇവിടെ നടപ്പാക്കുന്നു. കൃത്യമായി AG കണക്ക് നൽകുന്നില്ല, ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ആ രീതിയിൽ പാലിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ. അതായത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തവരാണ് എന്ന വിമർശനമാണ് ഇവിടെ കേന്ദ്രമന്ത്രി ഉന്നയിക്കുന്ന. ഒക്ടോബറിൽ എല്ലാ അപേക്ഷകൾക്കുമുള്ള തുക നൽകിയിട്ടുണ്ട്. അതിനുശേഷവും ഒരു അപേക്ഷയും സംസ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. കൃത്യമായ CP ജോൺ ടെലിഫോൺ ലൈനുണ്ട്. സർ, CP ജോൺ, ഇവിടെ വിമർശനങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. കൃത്യമായി തന്നെ ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. AG റിപ്പോർട്ട് നൽകാത്തത് കൊണ്ടാണ് GST നഷ്ടപരിഹാരം അടക്കം നൽകാത്തത് എന്ന് പറഞ്ഞു വെക്കുന്നു. സംസ്ഥാന സർക്കാരിന് മറുപടി പറയേണ്ടി വരും. നേരത്തെ കേന്ദ്രമന്ത്രി V മുരളീധരനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് കുറച്ചുകൂടി വ്യക്തമായി കേന്ദ്ര ധനമന്ത്രി ആവർത്തിക്കുകയാണ്. ഇതിൽ GST സംബന്ധിച്ച് എന്തെങ്കിലും സ്റ്റിപ്പുലേറ്റഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കൊടുക്കേണ്ടത് ഉള്ളത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഓഫ് കേരളയാണ് പറയേണ്ടത്. ഞങ്ങൾ ഇൻസൈഡേഴ്സ് അല്ല. പക്ഷേ GST കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് എന്തിനാ? GST കൗൺസിൽ ഫിനാൻസ് മിനിസ്റ്റർമാരുടെ കൗൺസിലാണ്. ആ കൗൺസിലിൽ
കത്ത് കിട്ടിയില്ല, കമ്പി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. GST കൗൺസിൽ റെഗുലറായിട്ട് യോഗം ചേരുകയും ഓരോ സ്റ്റേറ്റിന്റെയും ധനകാര്യ മന്ത്രിമാരോട് പോവുകയും കേന്ദ്ര ധനകാര്യമന്ത്രി അത് ചേരുകയും ചെയ്യുമ്പോൾ അവരൊരു കമ്മിറ്റി മെമ്പറാണ്. ഇത് പഴയ ഇന്ത്യ അല്ല. GST കൗൺസിൽ വന്നതിന് ശേഷം മുൻപൊക്കെ നമ്മുടെ ധനകാര്യമന്ത്രിമാര് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇന്ന് അവരൊരു കമ്മിറ്റി മെമ്പറാണ്. ഒരു വിപുലമായ എല്ലാ ധനകാര്യമന്ത്രിമാരുമുള്ള കമ്മിറ്റിയിലെ വോട്ടിംഗ് റൈറ്റുള്ള അംഗങ്ങളാണ് സംസ്ഥാന ധനമന്ത്രിമാര്. അവരുമായി സെറ്റിൽ ചെയ്യേണ്ടത് ഒഫീഷ്യൽസ് വെച്ചാണ്, അവിടെ മന്ത്രിമാരല്ലല്ലോ. അപ്പൊ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി കൊടുക്കാനുള്ളത് കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങി കൊടുക്കണം, കിട്ടാനുള്ളത് കൃത്യമായി എഴുതി ചോദിച്ചു വാങ്ങണം. അത് മന്ത്രിമാര് തമ്മിൽ തർക്കിച്ച് സമയം കളയേണ്ട ഒരു വിഷയമല്ല. അവർക്ക് വേറെ പോളിസി മാറ്ററാണ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടാനുള്ള ഡ്യൂ നമുക്ക് മാത്രമല്ല ഏത് സ്റ്റേറ്റിനും കൊടുക്കാനുള്ള ഡ്യൂ കൊടുക്കേണ്ടത് അത് അവരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ എന്റർടൈൻമെന്റ് ആണ്, നമ്മുടെ അവകാശമാണ്, അവരുടെ കടമയാണ്. അല്ല, ഈ തുകകളൊന്നും നൽകാനില്ല എന്നുള്ളതാണ്, ഈ ആരോപണങ്ങൾ മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ പണവും കൃത്യമായി നൽകുന്നുണ്ട്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നതുകൊണ്ട് മാത്രമുള്ള തടസ്സമാണെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. കേരളം കൃത്യമായ പ്രപ്പോസൽ നൽകുന്നില്ല, 2 തവണ ആവശ്യപ്പെട്ട് മറുപടി നൽകുന്നില്ല, AG വഴി കൃത്യമായ കണക്കെത്തുന്നില്ല എന്നൊക്കെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ആരോപണം. അതടക്കം നോക്കാനാണല്ലോ ഈ GST കൗൺസില്. ഇത് പണ്ടത്തെ റെഷീമല്ല, വാറ്റ് റെഷീമല്ല GST റെഷീം. GST റെഷീമിൽ അവർ റീസെൻട്രലൈസ്ഡ് പവറാണ് അവരുടെ കയ്യിലുള്ളത്, ഡീസെൻട്രലൈസ്ഡ് അല്ല. അവരും കൂടെ നോക്കണ്ടേ എവിടെയാണ് കൊടുക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അയാൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്ന് ശരിയാണോ? 2 വ്യക്തികൾ തമ്മിലാണെങ്കിൽ പോലും. അപ്പൊ കൊടുക്കാനുള്ളത് കൊടുക്കണം, കിട്ടാനുള്ളത് മേടിക്കണം. മന്ത്രിമാര് കിടന്ന് വിഴുപ്പലക്കരുത്. അത് GST റെഷീമിന് തന്നെ നാണക്കേടാണ്. കിട്ടാനുണ്ടെങ്കിൽ കേരള മന്ത്രിസഭ അല്ലെങ്കിൽ കേരള ധനകാര്യമന്ത്രി ഒരു ധവളപത്രം ഇറക്കണം. ഞങ്ങൾ UDF അത് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പറയൂ എത്ര രൂപ കിട്ടാണ്ട്, എവിടെ നിന്ന് കിട്ടാനുണ്ട്. അത് നിങ്ങളുടെ കൗൺസിലിൽ ചർച്ച ചെയ്യൂ. GST കൗൺസിലിൽ, തെരുവിലല്ല ചർച്ച ചെയ്യേണ്ടത്. അതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും വളരെ പ്രസക്തമായ അഭിപ്രായമാണ്. അവിടെ GST കൗൺസിൽ വളരെ വ്യക്തമായ ഒരു ബോഡി അവിടെയുണ്ട്. അവിടെ സംസാരിക്കണം, ചർച്ച ചെയ്യണം. ഇവിടെ രാഷ്ട്രീയ വിവാദങ്ങൾ, രാഷ്ട്രീയ പോരുകൾ മാത്രം നടക്കുന്നു എന്നുള്ളതാണ് ധനകാര്യ രംഗത്തെ വിദഗ്ധരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. BV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഏതായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഈ വിഹിതങ്ങളിലെ പോര് തുടരുകയാണ്. അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടാകണം, ധവളപത്രം ഇറക്കണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ആരോപണങ്ങളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ഒതുക്കുന്നു എന്നുള്ളതാണ് പരാതി. തീർച്ചയായും അത്തരമൊരു രാഷ്ട്രീയ ആരോപണമുണ്ട്. അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നു. കൃത്യമായ സംസ്ഥാന സർക്കാർ നികുതി ഉൾപ്പെടെ പിരിക്കുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് തുക വാങ്ങിയെടുക്കാതെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല എന്ന വിമർശനം സംസ്ഥാനത്ത് പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ BJP നേതാക്കൾ സംസ്ഥാനത്ത് പറഞ്ഞ ആരോപണം അതേ ആരോപണം തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി കൂടി ഉന്നയിക്കുന്നത്. ധനമന്ത്രി ഉന്നയിക്കുമ്പോൾ പക്ഷേ രാഷ്ട്രീയമായി അതിനപ്പുറത്തേക്ക് ഒരു ധനവകുപ്പിൽ നേതൃത്വം ആളുകളെ പറയുമ്പോൾ സ്വാഭാവികമായും അത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. BJPയുടെ സംസ്ഥാന നേതാക്കളായ മുരളീധരനും കേന്ദ്രത്തിലും പറഞ്ഞ അപ്പുറത്തേക്ക് കേന്ദ്ര ധനമന്ത്രി പറയുമ്പോൾ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രത്തെ പൂർണ്ണമായും പ്രതിചാരിയാൻ കഴിഞ്ഞ കുറെ നാളുകളായി സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് രാഷ്ട്രീയമായും ഭരണപരമായും ഒക്കെ അത്തരം വിമർശനങ്ങൾ വരുന്നു. കേന്ദ്രത്തിന് സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനുവരിയിൽ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനപ്രതിസന്ധി തന്നെയാണ്. ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ്, കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്ത് അവഗണനയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. അതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനുവരിയിൽ ഡൽഹിയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഇപ്പോഴത്തെ ഈ വിമർശനം അതിനെ കൃത്യമായ കണക്കുകൾ നിരത്തി മറുപടി നൽകാൻ സർക്കാരിനാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ നവകേരള ഫസ്റ്റിന്റെ യോഗങ്ങളിലടക്കം സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞു പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ എന്താണ് ധനമന്ത്രിയുടെ ഈ വിമർശനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് പറഞ്ഞു പോകേണ്ടി വരും. അതിന് സർക്കാർ നിർബന്ധിതമാകും. ഏതായാലും നിർമ്മലാ സീതാരാമൻ വളരെ പ്രധാനപ്പെട്ട വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. BV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു.